കണ്ണൂർ മൊകേരിയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണമുണ്ടായി. അക്കാനിശ്ശേരി സ്വദേശി അലിനെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. മർദ്ദന ദൃശ്യങ്ങളും പുറത്തുവന്നു. കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. റഗീസ്, മറ്റുള്ളവരെ നോക്കി നിൽക്കുകയായിരുന്നു ഈ മർദ്ദനം, എന്താണ് വിവരങ്ങൾ? പോളിംഗ് ദിവസം കണ്ണൂരിൽ ആരംഭിച്ച അക്രമ സംഭവങ്ങൾക്ക് ഇതുവരെ അറുതി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഓരോ മേഖലയിലും ഓരോ ദിവസം ഇങ്ങനെ സംഘർഷം ഉണ്ടാവുകയാണ്. ഒരു ദിവസം ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങോട്ട് ആക്രമിക്കും, പിറ്റേ ദിവസം ഇങ്ങോട്ട് തിരിച്ചാക്രമിക്കും. അത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരം കാഴ്ച. പ്രത്യേകിച്ച് ഈ പാനൂർ മേഖലയിൽ പാറാടുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇതും പാനൂരിന് തൊട്ടടുത്തുള്ള മൊകേരിയിലാണ് ഈ CPM പ്രവർത്തകന് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വീടിനകത്ത് കയറി വയ്യാതിരിക്കുന്ന അച്ഛൻ്റെ മുന്നിൽ വെച്ചാണ് ഈ മകനെ മർദ്ദിക്കുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഒരു സംഘം 10 പേരിലധികം വരുന്ന ഒരു സംഘം മുഖംമൂടി ധരിച്ചുകൊണ്ട് വീടിന് മുന്നേക്ക് വരുന്നു. ശേഷം കതകിൽ മുട്ടി വിളിക്കുന്നു. അങ്ങനെ ഈ അച്ഛൻ കതക് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ മകൻ വന്ന് കതക് തുറക്കുമ്പോൾ ഈ അക്രമികളെ കാണുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വീടിനകത്തേക്ക് കയറുന്നു. ശേഷം ഇവർ ഓരോരുത്തരും അകത്തേക്ക് കയറി ഈ അച്ഛൻ്റെ മുന്നിൽ വെച്ച് മകനെ മർദ്ദിക്കുകയാണ്. ശേഷം വീടിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ അച്ഛന് മുന്നിൽ വെച്ചാണ് ഇവർ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്നത്. അക്രമത്തിന് പിന്നിൽ RSSകാരാണെന്നാണ് CPMന്റെ ആരോപണം. നിലവിൽ ഇവർ ഏത് പാർട്ടി പ്രവർത്തകരാണെന്ന് വ്യക്തമായിട്ടില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാനൂർ മേഖല വളരെ അശാന്തിയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടുറോഡിൽ വടുവാൾ പ്രയോഗം, ഒപ്പം തന്നെ വീട്ടിൽ ബോംബ് എറിയുന്നത്, പാർട്ടി സ്തൂപങ്ങൾ തകർക്കുന്നത്, അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചൊക്കെ മക്കളെ ആക്രമിക്കുന്ന ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഒരു വലിയ സംഘർഷ സാധ്യതയാണ് ഈ മേഖലയിൽ ഒന്നാകെ നിലനിൽക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.